കൂട്ടാർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ PTA പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മൊബൈൽ അഡിക്ഷൻ, സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സൈനബ ബീബി ക്ലാസുകൾ നയിച്ചു. പള്ളിയങ്കണത്തിൽ ചേർന്ന യോഗം ചോറ്റുപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ P. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ നമ്മൾ വായിച്ചു, മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് സ്വന്തം മാതാവിന്റെ കഴുത്ത് അറക്കാൻ തയ്യാറായി കുട്ടി വരെയും കേരളത്തിലുണ്ട്. അത് കിട്ടിയതിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. കുട്ടികളെ മാത്രം ഇതിന് പറയണം. 1 വയസ്സ് തുടങ്ങി അല്ലെങ്കിൽ അതിന് താഴെ 1.5 വയസ്സ് മുതൽ ഈ മൊബൈൽ ഫോൺ കുട്ടികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തത് ആരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആരാണ് ഈ മൊബൈൽ ഫോൺ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണ് കുറ്റവാളി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ എന്തിനു വേണ്ടിയാണ് ഈ ചെറിയ കുട്ടികളുടെ കയ്യിലേക്ക് ഈ മൊബൈൽ ഫോൺ കൊടുത്തത്? തങ്ങളുടെ ജോലിയിൽ ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലെ കുട്ടിയുടെ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി അങ്ങനെ കൊടുത്ത് അവസാനം അത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് മുതിർന്നവരെ നമുക്കറിയാം. ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് പ്രധാന ഇമാം ഷമീർ മൗലവി ഖാസമി മുഖ്യപ്രഭാഷണം നടത്തി. മക്കളെന്ന് പറയുന്നത് പുല്ലുവരുന്ന ജീവനെന്ന് പറയുന്ന ലോകത്ത് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധ പ്രകൃതത്തിൽ ഉണ്ടാവുന്നവരാണ്. അവർ ജനിക്കുന്നത് വളരെ ശുദ്ധമായ പ്രകൃതത്തിലാണ്. അവരുടെ മാതാപിതാക്കളാണ് അവരെ രൂപകൽപ്പന ചെയ്യുന്നത്. അവർ ഏത് രീതിയിലേക്ക് മാറ്റണോ ആ രീതിയിലേക്ക് മാറ്റുന്നത് അവരുടെ ഉമ്മയും ബാപ്പയുമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. ജമാഅത്ത് പ്രസിഡന്റ് K. നിസാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ സൈനബ ബീവി ടീച്ചറെ ആദരിച്ചു. തുടർന്ന് ടീച്ചറുടെ നേതൃത്വത്തിൽ മൊബൈൽ അഡിക്ഷൻ, സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. യോഗത്തിൽ ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് അലി, റിട്ടയർഡ് SI നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.